രണ്ടാമത്തെ മോഡൽ റൊട്ടേഷണൽ മോഷൻ. സോ റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ആദ്യം നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അതായത് ലീനിയർ വെലോസിറ്റി പിയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയും തമ്മിലുള്ള റിലേഷനാണ്. സോ നമുക്കറിയാം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ ആണ്. അതിൽ നിന്ന് നമുക്ക് എസ് ഈക്വൽ ടു ആർ തീറ്റ ആണ് ഒരു ടേമിലേക്ക് എത്താം. അതായത് അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ് ഈക്വൽ ടു ആർ തീറ്റ. സാധാ വെലോസിറ്റി ഈക്വൽ ടു എന്താ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എസ് ബൈ ടി കൊടുക്കും. എസ് നമുക്കറിയാം ആർ തീറ്റ ബൈ ടി കൊടുക്കാം. ഈ തീറ്റ ബൈ ടി ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. സോ തീറ്റ ബൈ ടിക്ക് പകരം എന്ത് കൊടുക്കാം? ഒമേഗ കൊടുക്കാം. സോ വി ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ളതിലേക്ക് നമുക്ക്. ഇനി ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ആക്സലറേഷനും അതാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. സോ ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അതായത് തീറ്റ ബൈ ടി ആണ്. ഈ ആംഗുലാർ ആക്സലറേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ആംഗുലാർ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റ് ആണ്. റേറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആരുടെയാണ്? ആംഗുലാർ വെലോസിറ്റിയെ. സോ ആംഗുലാർ വെലോസിറ്റി ആദ്യം W1 ആയിരുന്നു, അവസാനം ഒമേഗ 1 ആയിരുന്നു, അവസാനം ഒമേഗ 2 ആണ്. സോ അവിടെ ഇക്വേഷൻ കണ്ടോ? ആംഗുലാർ വെലോസിറ്റി ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി എന്ന് കിട്ടും. സോ ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റി സാധാ വെലോസിറ്റി ആംഗുലാർ ആക്സലറേഷനും ലീനിയർ ആക്സലറേഷനും അത് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. അതിനടുത്തത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അതായത് ഒരു ബോഡി സർക്കുലർ പാത്തിൽ കറങ്ങുകയാണെങ്കിൽ അതിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ളത്. സോ അതിന്റെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്നാണ്. എം വി സ്ക്വയർ ബൈ ആർ. ഇനി ഇത് നമുക്ക് അനുഭവപ്പെടുന്ന എവിടേക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാനറ്റ്സ് കറങ്ങുന്ന സമയത്ത്, പ്ലാനറ്റ്സ് നമ്മുടെ സണ്ണിന് ചുറ്റും കറങ്ങുന്ന സമയത്ത്, ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്ന സമയത്തൊക്കെ സെൻട്രിപെറ്റൽ ഫോഴ്സ് അനുഭവപ്പെടാറ്. സോ അത് നന്നായി നോക്കി വെക്കുക. ഇനി അടുത്തത് എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നാണ്. എന്താണ് ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വളവുകളിലൊക്കെ റോഡ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ചെരിവോട് കൂട്ടാണ് റോഡുകൾ നമ്മൾ മെയിൻ ആയിട്ട് പണിയുക. സോ എന്താണ് ഈ റോഡ് ഇങ്ങനെ ചെരിവ് വെക്കാനുള്ള കാരണം ചോദിച്ചാൽ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു വളവ് വളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളവ് വളയ്ക്കുക, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടയറിന്റെ വെയർ ആൻഡ് ടയർ തേയ്മാനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അത്തരത്തിൽ നമ്മൾ ചെറിയ ചെരിവോട് കൂടിയിട്ട് അത് പണിതിരിക്കുന്നത്. സോ ആ ചെരിവ് കണ്ടെത്തുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ആ ചെരിവ് എത്ര ഉണ്ടാവണം എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അത് നന്നായി പഠിച്ചേക്കാം, എക്സാമിന് ചോദിക്കാറുണ്ട്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി ആണ് ക്വസ്റ്റ്യൻ. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി. സോ റോഡ് പണിയുമ്പോൾ എത്ര ചെരിവിൽ പണിയണം ക്വസ്റ്റ്യൻ വി സ്ക്വയർ ബൈ ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അതായത് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ പാർട്ടിക്കിൾ അബൌട്ട് എ ആക്സിസ് is defined as the product of mass of the particle and square of the distance of the body from the axis. നമ്മളൊരു ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടെത്താണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ആക്സിസിൽ നോക്കുക, എന്നിട്ട് മാസ്, ആ ബോഡിയുടെ മാസ് എത്രയാണോ അത് ഇൻറ്റു ആ ആക്സിസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, അതായത് ആറിന്റെ സ്ക്വയർ എടുക്കുക. സോ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് കിട്ടും. സോ അതിനെയാണ് ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് വിളിക്കുക. ഇത് രണ്ട് രീതി നമുക്ക് കണ്ടെത്താം. ഒന്ന് പാരലൽ ആക്സിസ് തിയറം, രണ്ടാമത്തത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. രണ്ടും കൃത്യമായിട്ട് പഠിക്കുക. പാരലൽ ആക്സിസ് തിയറം ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് പറയുന്നത്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്നതും, അതേപോലെ തന്നെ അവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആക്സിസ് ഉണ്ടല്ലോ, ആ രണ്ടിന്റെയും സം എടുക്കുക. സോ രണ്ടിനും സം എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോണ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഐ ജി പ്ലസ് എന്തെടുത്ത് കൊടുത്താൽ മതി? ആ ആക്സിസിൽ നിന്ന് ഐ ജിയിലേക്ക് ലെങ്ത് എ ആണെങ്കിൽ എം എ സ്ക്വയർ. സോ ടോട്ടൽ ഐ ഇസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എം എ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉണ്ട്. അതായത് പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 3 ആക്സിസ് കൺസിഡർ ചെയ്യും. അപ്പോൾ എക്സും വൈയും സെറ്റും, അങ്ങനെയാണ് ഐ എക്സും ഐ വൈയും ഐ സെറ്റും കിട്ടും. സോ ഐ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഐ എക്സ് കണ്ടുപിടിക്കാൻ ഐ വൈ പ്ലസ് ഐ സെറ്റ് എടുത്താൽ മതി. സോ ആ രണ്ടും കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതിൽ അടുത്ത ടോർക്കാണ്. ടോർക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോഴ്സിന്റെയും പിന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് ആണ്, ഇൻറ്റു ആണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇനി അതിൽ അടുത്തത് ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ലോ ആണ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബോഡിയിലോട്ട് ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, ഒരു എക്സ്റ്റേണൽ ടോർക്ക് ഒന്നുമില്ല. അങ്ങനെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന ടോട്ടൽ ആംഗുലാർ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് വിളിക്കുക. സോ നമുക്കറിയാലോ, നമുക്ക് ആംഗുലാർ മൊമെന്റം കണ്ടെത്താൻ ഐ ഒമേഗ ആണ് ഇക്വേഷൻ, ഐ ഇൻറ്റു ഒമേഗ. സോ ഐ ഒമേഗ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ സർക്കസില് ആൾക്കാരിങ്ങനെ കൈ സ്പീഡിൽ കറങ്ങുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. കൈ നിവർത്തണ സമയത്ത് സ്പീഡ് കുറയും. കൈ ബോഡിയോട് ചുരുക്കുന്ന സമയത്ത് സ്പീഡ് കൂടും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ചോദിക്കാറുണ്ട്. സോ അത് ഐ വെച്ചിട്ടാണ് നമ്മൾ പറയാ ട്ടോ. സോ ഐ വെച്ച് എങ്ങനെയാ വെച്ചാൽ കൈ നിവർത്തി കഴിഞ്ഞാല് നമ്മള് കൈ നിവർത്തി കഴിയുന്ന സമയത്ത് 6 കൂടും. 6 കൂടിക്കഴിഞ്ഞാല് അറിയാലോ mr² ആണ്. 6 കൂടിക്കഴിഞ്ഞാൽ ഐന്റെ വാല്യൂ കൂടും. ഐ കൂടിക്കഴിഞ്ഞാൽ ഒമേഗ എന്ത് ചെയ്യും? കുറയും. ആംഗുലർ വെലോസിറ്റി കുറയും. സോ അയാൾക്ക് പതുക്കെ കറങ്ങാൻ പറ്റും. കൈ ബോഡിയോട് ചുരുക്കി കഴിഞ്ഞാൽ 6 കുറയും. 6 കുറഞ്ഞാൽ ഐ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഐയും കാരണം ഐ mr² ആണല്ലോ. ഐ കുറയും. ഐ കുറഞ്ഞാൽ അതിനനുസരിച്ച് ആര് കൂടണം? ഒമേഗ കൂടണം. സോ ഒമേഗ കൂടും. അതിങ്ങനെ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. സോ ഇത്രയും കാര്യങ്ങൾ അതിൽ നന്നായിട്ട് പഠിക്കുക.